ഹലോ ഫ്രണ്ട്സ്, ഇന്നിനാ വന്നിട്ടുള്ളത് നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പിയാണ്. കോൺഫ്ലെക്സ് വെച്ചാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ബൗള് ഇതുപോലത്തെ കോക്കോ പപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു ബൗളിൽ ഞാൻ നമ്മുടെ സാധാരണ കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. മധുരമൊന്നും ഇല്ലാത്ത കോൺഫ്ലെക്സ് ആണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ആണ്. അപ്പോൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ഈ ഒരു കമ്പനിയുടേതാണ് രണ്ടും ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ നിങ്ങളുടെ മധുരം അനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു ബൗളിലേക്ക് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് മധുരമൊന്നും ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ചോക്ലേറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ആകുമ്പം അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും. അപ്പോൾ നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വിരിക്കുമ്പോൾ നമുക്ക് വേഗം ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം, മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ്. ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ച കോൺഫ്ലെക്സിൻ്റെ കൂട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. കുറച്ചിട്ട് പ്രസ് ചെയ്താൽ മതി, കാരണം എന്നാലേ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ള ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോഴേ നമുക്ക് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റതും കൂടി ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. ഈ കോക്കോ പപ്സിലാകുമ്പോൾ അധികം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം അത്യാവശ്യം അത് മധുരമുള്ളതാണ്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് എല്ലാം കൂടി നന്നായിട്ട് ഒട്ടിപ്പിടിക്കേണ്ട ഒരു പാകത്തിലാവുകയും ചെയ്യും. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ഇത്തിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സാക്കി നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നേരത്തെ പോലെ തന്നെ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് ബാക്കിയുള്ള വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കോക്കോ പപ്സിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് അതൊന്ന് ലെവലാക്കിയതിന് ശേഷം വീണ്ടും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചാകുമ്പോൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിലേക്ക് നമുക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റും കൂടി ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ടും റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. ബട്ടർ പേപ്പർ വിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊരു ഉപകാരമുണ്ട്. നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റും. നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇതിൻ്റെ മേലെ ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം അതിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കുറവായിരുന്നു അതിൻ്റെ മേലെ. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, കാരണം അത് നന്നായിട്ട് അതുകൊണ്ടാണ് നന്നായിട്ട് പ്രസ് ചെയ്യാൻ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മുറിക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോവും. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടത് സെറ്റാൻ വെക്കുകയും വേണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക്